Hi, welcome back, and we have come to the last lecture on this series, which is a concise comparative study of four major psychological schools. അപ്പോൾ ഇനി നമുക്ക് ഹ്യൂമനിസ്റ്റിക് സ്കൂളാണ് നമുക്ക് നോക്കാനുള്ളത്. വി ഹാവ് കംപ്ലീറ്റഡ് സൈക്കോ അനലിറ്റിക് ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണെന്നും അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടി ഈ ഒരു ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. So let's move on direct to the humanistic school. ഈ ഒരു സ്കൂൾ എമേർജ് ചെയ്തത് വാസ് ഇൻ ബിറ്റ്വീൻ ദ 1950s ആൻഡ് ദ 1970s. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് ഈ ഒരു ഹ്യൂമാനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജി. കാരണം ഇറ്റ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഫിലോസഫിക്കൽ ടേൺ എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ടേൺ ഫ്രം വാട്ട്? ടേൺ ഫ്രം ദി ഡിറ്റർമിനിസം ഓഫ് സൈക്കോ അനാലിസിസ് ആൻഡ് ബിഹേവിയറിസം. നമുക്കറിയാം സൈക്കോ അനാലിസിസും ബിഹേവിയറിസവും വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് നിന്ന രണ്ട് സ്കൂൾസ് ആണ് അല്ലേ. അപ്പം ആ സ്കൂൾസിൽ നിന്ന് ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പലപ്പോഴും ഇതിനെ ഒരു തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആയിട്ടാണ് ഈ ഒരു സ്കൂൾ അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഇറ്റ് എംഫസൈസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഫ്രീഡം, സെൽഫ് അവെയർനെസ് ആൻഡ് ദി ഇൻട്രിൻസിക് ഹ്യൂമൻ കപ്പാസിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ഫുൾഫിൽമെന്റ്. അതായത് മനുഷ്യന് ജന്മന കിട്ടുന്ന ഒരു കഴിവാണ് ആ ഒരു ഗ്രോത്തും ഫുൾഫിൽമെന്റിനും വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതിനകത്തൊക്കെ ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് റൈറ്റ്ഫുള്ളി നോൺ ആസ് ദ തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി. അപ്പം ഈ ഒരു സ്കൂളിന്റെ റൂട്ട്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് സൈക്കോളജിയിൽ തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ ക്ലിനിക്കൽ വർക്ക് ഓഫ് കാൾ റോജേഴ്സ് ആൻഡ് എബ്രഹാം മാസ്ലോ. കാൾ റോജേഴ്സിന്റെയും എബ്രഹാം മാസ്ലോവിന്റെയും ക്ലിനിക്കൽ വർക്കിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഈ ഒരു ഹ്യൂമാനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജി. ഹ്യൂമാനിസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ആ ഒരു ഇൻഡിവിജ്വലിസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം, സെൽഫ് അവെയർനെസ് അവിടെ വരുന്നത്. ആൻഡ് ആ ഒരു ഇൻട്രിൻസിക് ജന്മന മനുഷ്യന് കിട്ടുന്ന ആ ഒരു കഴിവാണ് ഗ്രോത്തിനും ഫുൾഫിൽമെന്റിനും വേണ്ടിയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയായിരുന്നു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1951 1951 കാൾ റോജേഴ്സ് പബ്ലിഷ് ചെയ്തു ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി. ഓക്കെ, അതേപോലെ മൂവിങ് ഓൺ ടു 1954 അബ്രഹാം മാസ്ലോ ഇൻട്രൊഡ്യൂസസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. വളരെ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഗോൾഡ് ക്ലാസിന്റെ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ. ഇനി 1961 ആയപ്പോഴേക്കും there was a formation of the American Association for Humanistic Psychology. ഒരു അസോസിയേഷൻ ഫോം ചെയ്തു എന്നുള്ളതാണ് 1961. In 1970s മുതൽ തുടങ്ങി 1990s വരെ ഈ ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റ് വളരെ സ്പീഡിൽ നടന്നു. ആൻഡ് ഇറ്റ് എക്സ്പാൻഡഡ് ഇൻ ടു എഡ്യൂക്കേഷൻ, തെറാപ്പി ആൻഡ് എക്സിസ്റ്റൻഷ്യൽ അപ്രോച്ചസിലോട്ട് അത് കടന്നുപോയി എന്നുള്ളത്. ഇനി ആരൊക്കെയായിരുന്നു ഇതിന്റെ കീ പ്രൊപ്പോണൻസ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ വി ഹാവ് കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സ് ആണ് ആ ഒരു പേഴ്സൺ സെന്റേർഡ് തെറാപ്പി ഡെവലപ്പ് ചെയ്തത്. അവിടെ അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് കൊടുത്തത് വാസ് ഓൺ എംപതി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, കോൺഗ്രുവൻസ്, ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്സിൽ അദ്ദേഹം ഒത്തിരി അധികം ഫോക്കസ് കൊടുത്തു. ഇനി എബ്രഹാം മാസ്ലോവിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അദ്ദേഹമാണ് ആ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് കൾമിനേറ്റ് ചെയ്ത് ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുക. ആൻഡ് ദെൻ വി ഹാവ് റോളോമേ. റോളോമേ എന്താണ് ചെയ്തത്? ഷീ ഇന്റഗ്രേറ്റഡ് എക്സിസ്റ്റൻഷ്യൽ തീംസ് ഇൻ ടു സൈക്കോളജിക്കൽ പ്രാക്ടീസ്. ആ എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയുടെ തീംസ് എടുത്ത് സൈക്കോളജിക്കൽ പ്രാക്ടീസിലോട്ട് അവർ മാറ്റി എന്നുള്ളതാണ്. ആൻഡ് വിക്ടർ ഫ്രാങ്കിളിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ലോഗോ തെറാപ്പി ഡെവലപ്പ് ചെയ്തു. ആൻഡ് അതിനകത്ത് വന്ന ഫോക്കസ് എന്ന് പറയുന്നത് വാസ് ഓൺ ദ വിൽ ടു മീനിങ് എന്നുള്ളത്. അതാണ് അതിന്റെ ആ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞത്. എന്താണ് ഈ ലോഗോ തെറാപ്പിയും വിക്ടർ ഫ്രാങ്കിളിന്റെ കോൺട്രിബ്യൂഷൻസ് ഈ തെറാപ്പിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, വിക്ടർ ഫ്രാങ്കിൾ ബേസിക്കലി ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഒരു പ്രധാനമായിട്ടും ഒരു ഹോളോകാസ്റ്റ് സർവൈവർ ആയിരുന്നു.
ഒരു ഹോളോകാസ്റ്റിനെ അതിജീവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആൻഡ് ഹീ ഫൗണ്ടഡ് എ ഫോം ഓഫ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോതെറാപ്പി. അതിൻ്റെ പേരാണ് ഈ ലോഗോ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ടേം ലോഗോ നമുക്കറിയാം, ഇറ്റ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ലോഗോസ്. ലോഗോസിന്റെ മീനിങ് എന്താണ്? റീസൺ എന്നുള്ളത്. അതിന്റെ അർത്ഥം മീനിങ് അല്ലെങ്കിൽ റീസൺ എന്നുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് മീനിങ് തെറാപ്പി അല്ലെങ്കിൽ റീസൺ തെറാപ്പി. അതാണ് ലോഗോ തെറാപ്പി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ലോഗോ തെറാപ്പി? അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായല്ലേ. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് എംഫസിസ് കൊടുക്കുന്നത് ഇസ് ഓൺ ദ ഹ്യൂമൻ സെർച്ച് ഫോർ മീനിങ്. മനുഷ്യൻ മീനിങ്ങിന് വേണ്ടിയിട്ട് തിരയുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദിസ് ബിക്കെയിം ദ സെൻട്രൽ മോട്ടിവേഷണൽ ഫോഴ്സ് ഇൻ ലൈഫ്. അല്ലെ, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് തിരഞ്ഞ് എടുക്കുക. അപ്പോൾ മറ്റ് തിയറീസിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് തിയറീസിന്റെ ഫോക്കസ് എന്താണ്? ഒന്ന് ഫ്രോയിഡ് പറയുന്നത് ദ ഫോക്കസ് ഇസ് ഓൺ പ്ലെഷർ, ആഡ്ലർ പറയുന്നത് ദ ഫോക്കസ് ഇസ് ഓൺ പവർ, ആൻഡ് ഫ്രാങ്കിൾ ബിലീവ്ഡ് ദാറ്റ് എന്താ പറയേണ്ടത്, ഏറ്റവും ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസിൽ പോലും വ്യക്തികൾക്ക് ദേ ക്യാൻ ഗ്രോ ആൻഡ് ഫൈൻഡ് എ സെൻസ് ഓഫ് പേർപ്പസ് എന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോർ കോൺസെപ്റ്റ് ആണ് ദ വിൽ ടു മീനിങ് എന്ന് പറയുന്നത്. അതെ, ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ വിൽ ടു മീനിങ് എന്ന് പറയുന്നത് യു ക്യാൻ സീ ഇറ്റ് വിക്ടർ ഫ്രാങ്കിളിന്റെ അല്ലേ. ലോഗോ തെറാപ്പിയുടെ കോർ കോൺസെപ്റ്റ് ഇതാണ് വിൽ ടു മീനിങ്. അപ്പൊ ഫ്രാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ വിൽ ടു മീനിങ് എന്ന് പറയുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡിസയർ ആണ്. ഓരോ വ്യക്തിക്കും ഈ ഒരു ഡിസയർ ഉണ്ട്. എന്താണ് ഈ ഒരു ഡിസയർ? ടു ഫൈൻഡ് മീനിങ് ഇൻ ലൈഫ്. അതൊക്കെ പല മാർഗത്തിലൂടെയാകാം. ചിലർ അവരുടെ ജോലിയിലൂടെയാകാം അവർ ആ ഒരു മീനിങ് കണ്ടെത്തുക. ചിലർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്സിലൂടെയാകാം ആ ഒരു മീനിങ് കണ്ടെത്തുക. ചിലർ അവർ എൻഡ്യൂർ ചെയ്യുന്ന സഫറിങ്ങിലൂടെയാകാം. ഇനി അതും അല്ലെങ്കിൽ പേഴ്സണൽ വാല്യൂസിലൂടെയാകാം ആ ഒരു ലൈഫിന്റെ മീനിങ്ങിലേക്ക് കണ്ടെത്തുക. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ വെൻ പീപ്പിൾ ആർ അൺഏബിൾ ടു ഫൈൻഡ് മീനിങ്, ആ മീനിങ് കണ്ടെത്താനായിട്ട് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദേ എക്സ്പീരിയൻസ് വാട്ട് ഇസ് കോൾഡ് എക്സിസ്റ്റൻഷ്യൽ വാക്യൂം. അപ്പൊ ഇവിടെയാണ് ഒരു സെൻസ് ഓഫ് എംപ്റ്റീനെസ് തോന്നുന്നത്, ഒരു ലാക്ക് ഓഫ് ഡയറക്ഷൻ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് എന്താണ് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, സോ അത് ജസ്റ്റ് എന്താ പറയേണ്ടത്, ആ ഒരു ലോഗോ തെറാപ്പിയുടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ തന്നു എന്നുള്ളത് മാത്രമാണ്. അടുത്തത് നമുക്കൊരു കീ പ്രൊപ്പോണന്റ് ആയിട്ടുള്ളത് ഒരു ബൾഗേറിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഹിസ് നെയിം ഇസ് മിഹായ് ചിക്സിൻറ്റ്മിഹായി. അതാണ് അദ്ദേഹത്തിന്റെ പേര്, മിഹായ് ചിക്സിൻറ്റ്മിഹായ്. ഇത് ബൾഗേറിയൻ ആണ് ഈ ഒരു പേര് എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ദ പ്രൊനൗൺസിയേഷൻ ഇസ് നോട്ട് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ഫ്ലോ, ആൻഡ് ഹി ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു പോസിറ്റീവ് സൈക്കോളജി. അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റും പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഈ രണ്ട് കോൺസെപ്റ്റും അല്ലെങ്കിൽ കോൺസെപ്റ്റ്സും നമുക്ക് ബ്രീഫായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മിഹായ് ചിക്സിൻറ്റ്മിഹായി എന്ന് പറയുന്ന വ്യക്തി ഒരു ഹംഗേറിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫ്ലോ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇത് ഒരു മെന്റൽ സ്റ്റേറ്റ് ഓഫ് ഡീപ്പ് ഫോക്കസ് ആൻഡ് കംപ്ലീറ്റ് ഇമേർഷൻ ഇൻ ആൻ ആക്ടിവിറ്റി. അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ്. ഓക്കെ, വളരെ ഡീപ്പായിട്ട് വി ആർ ഫോക്കസ്ഡ് ഇൻ സംതിങ് ആൻഡ് ആ ഒരു ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ഡീപ്പ് ഫോക്കസ്. അപ്പോൾ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണതേ. അപ്പോൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് അതിൽ കംപ്ലീറ്റ് ആഴ്ന്നമർന്ന് ഇമേഴ്സ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഫ്ലോ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഫ്ലോ? നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഓപ്റ്റിമൽ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ഓപ്റ്റിമൽ എക്സ്പീരിയൻസിൽ എന്താ സംഭവിക്കുന്നത്? ദിസ് പേഴ്സൺ ബിക്കംസ് ഫുള്ളി അബ്സോർബ്ഡ് ഇൻ ആൻ ആക്ടിവിറ്റി. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ്ലി ആ ഒരു വ്യക്തി അങ്ങ് മുഴുകി ഇരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ്ലി മുഴുകി ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ചില സിംറ്റംസ് എന്തൊക്കെ, അല്ലെങ്കിൽ എങ്ങനെ നമ്മളത് മനസ്സിലാക്കുന്നത്? വി ലൂസ് അവെയർനെസ് ഓഫ് ടൈം. അല്ലേ, സമയം പോയത് അറിഞ്ഞതേയില്ല എന്ന് നമ്മൾ പറയുന്നത്.
അതേപോലെ വി ഡോണ്ട് ഗെറ്റ് ഫാറ്റിഗ്ഡ്, നമ്മൾ ക്ഷീണിക്കത്തില്ല അതിനകത്ത്. നമ്മുടെ സറൗണ്ടിങ്സ് പോലും നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ ചുറ്റുപാടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പോലും നമ്മൾ മറന്ന് ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനെയാണ് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇൻ ദ സോൺ എന്ന് പറയാറുണ്ട്. ഇൻ ദ സോൺ ഇസ് ഡോയിനി, ആ ഒരു സോണിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ടിപ്പിക്കലി എപ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്? നമുക്ക് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നു. അപ്പൊ ചാലഞ്ചിങ് മാത്രമല്ല, ദിസ് വിൽ ഓൾസോ ബി നമ്മുടെ ആ ഒരു സ്കിൽ ലെവലിന് വെൽ മാച്ച്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ പഠിപ്പിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തിൽ ഞാൻ ഈ ഒരു ഫ്ലോയിൽ അകപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിലായി പോകുന്നു എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചാലഞ്ചിങ് ആൻഡ് എന്താ പറയേണ്ടത്, എൻ്റെ ആ ഒരു സ്കിൽ ലെവലിന് വെൽ മാച്ച്ഡ് ആയിട്ടുള്ളതാണ് ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രക്രിയ. അപ്പൊ ഇത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അതിലങ്ങ് മുഴുകി പോകുന്നു. ഐ ഈവൻ ഫൊർഗെറ്റ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ മൈ സറൗണ്ടിങ്. എനിക്ക് പിന്നെ വിശപ്പില്ല, ദാഹമില്ല, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങ് മുമ്പോട്ട് പോകുന്നു എന്നാണ്. ഈ ഒരു ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചില സവിശേഷതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ അവിടെ വരുന്നത് ആ ഒരു പ്രസന്റ് മൂമെന്റിൽ, ആ ഒരു നിമിഷത്തിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ആൻഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് അവിടെ ഉണ്ടാകും ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കും അതിന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്. ആൻഡ് ദർ ഇസ് എ സെൻസ് ഓഫ് കൺട്രോൾ ഓവർ വൺസ് ആക്ഷൻസ് ആ ഒരു സമയത്ത്, ആ ഒരു ഫ്ലോയിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ഇവിടെ ഒരു ആ ആക്ഷനിൻ്റെയും ആ അവയർനെസ്സിൻ്റെയും ഒരു മേർജിങ് നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ലാതെ വരുന്ന ആ ഒരു അവസ്ഥ ആൻഡ് സമയത്തിനെ കുറിച്ച് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സെൻസ് ആണ് നമുക്ക് അവിടെ വരിക. മണിക്കൂറുകളോളം ഒരു പക്ഷെ നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകും, പക്ഷെ നമുക്ക് തോന്നും കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളത്. ആൻഡ് ഈ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈ ഫ്ലോയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഫ്ലോയിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻട്രിൻസിക്കലി റിവാർഡിങ് ആയിട്ടുള്ളതായിരിക്കും. അതായത് എനിക്ക് പുറമേ ആരും ഇതിന് എനിക്കൊരു റിവാർഡ് തരണമെന്നില്ല. ചിലപ്പോൾ ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോലും ആയിരിക്കില്ല ഞാനത് ചെയ്യുന്നത്. എനിക്ക് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മൈ ഓൺ സേക്ക് എന്നുള്ളത്. ഈ ചിക്സെന്റ്-മിഹായിലിന്റെ ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ഹി ഈസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫിഗേഴ്സ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയിൽ. ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജിയുടെ മറ്റൊരു ഫൗണ്ടിങ് ഫിഗർ ആണ് മാർട്ടിൻ സ്ലെയ്മൻ. അപ്പൊ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഒരേ സമയത്ത് പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണ് ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്? സൈക്കോളജിയുടെ ഫോക്കസ് മസ്റ്റ് ബി ട്രാൻസ്ഫോംഡ് from just treating mental illness to also understanding happiness, well-being, personal fulfillment. അപ്പോൾ സൈക്കോളജിയുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സൈക്കോളജിയുടെ ഫോക്കസ് അദ്ദേഹം ഇത് പറയുമ്പം ആ സമയത്ത് നിലവിൽ സൈക്കോളജിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് മെന്റൽ ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് എന്താണ് ഹാപ്പിനെസ്, സന്തോഷം, എന്താണ് വെൽബീയിങ് എന്നുള്ളത്, എന്താണ് ആ ഒരു പേഴ്സണൽ ഫുൾഫിൽമെന്റ് എന്നുള്ളത്, ഇതിലേക്കും കൂടെ മാറണം എന്നാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോഡ് ദാറ്റ് പീപ്പിൾ ആർ ഹാപ്പിയസ്റ്റ് നോട്ട് വെൻ ദേ ആർ ഐഡിൽ ഓർ റിലാക്സ്ഡ്. ഹാപ്പിയസ്റ്റ് കമ്പാരറ്റീവ് ടേം ആണ്, സൂപ്പർലേറ്റീവ് ആണ്. ഹാപ്പിയസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഏത് സമയത്താ? അവര് റിലാക്സ്ഡ് ആയിട്ടോ ഐഡിൽ ആയിട്ടോ ഇരിക്കുന്ന സമയത്തല്ല, പക്ഷേ വെൻ ദേ ആർ എൻഗേജ്ഡ് ഇൻ മീനിങ്ഫുൾ ആൻഡ് ചാലഞ്ചിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ മീനിങ്ഫുള്ളും ചാലഞ്ചിങ്ങും ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന സമയത്താണ് ആൾക്കാർ കൂടുതലും ഹാപ്പി ആവുക. ഏറ്റവും അധികം ഹാപ്പിനെസ് കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണെന്നാണ് മിഹാലി നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് us look at ഇതിന്റെ കോർ കോൺസെപ്റ്റ്സും തിയറീസും ഒക്കെ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമനിസ്റ്റിക് സ്കൂളാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പം നമുക്കറിയാം ഹ്യൂമൻസിനെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിനെയൊക്കെ ഒത്തിരി അധികം ബേസ് ചെയ്ത് വരുന്നതാണ്.
ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ഗുഡ്നെസ് ആൻഡ് ഫ്രീ വിൽ എന്നുള്ളത്. അപ്പൊ ഹ്യൂമൻസ് ആർ കേപ്പബിൾ ഓഫ് ചോയ്സ് ആൻഡ് സെൽഫ് ഗ്രോത്ത് എന്നാണ് നമ്മൾ അതിന്റെ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മളിവിടെ കാണുന്നത്. അപ്പോ അതായത് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പം ജന്മന ദേ ആർ ഇൻഹെറന്റ്ലി ഗുഡ്, ജന്മന നന്മയുള്ളവരാണ്. ആൻഡ് ഓരോ മനുഷ്യനും അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ളവരാണ്. ഇതാണ് ഇന്നേറ്റ് ഗുഡ്നെസ് ആൻഡ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദി ആക്ച്വലൈസിങ് ടെൻഡൻസി. ആക്ച്വലൈസിങ് ടെൻഡൻസി എന്ന് പറയുന്നതും ഇന്നേറ്റ് ജന്മന കിട്ടുന്ന ഒരു ഡ്രൈവാണ്. അതെന്തിനു വേണ്ടിയിട്ടുള്ള ഡ്രൈവാണ്? ഗ്രോത്തിന് വേണ്ടിയിട്ട്, ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്, സെൽഫ് ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട്. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമില്ലേ നമുക്ക് ജോലി നേടണം? ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സർക്കാർ ജോലിയുള്ള ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങളിപ്പം എൻ്റെ ഈ ഒരു ലെക്ചർ തന്നെ നിങ്ങൾ കാണുന്നത്. അപ്പൊ ആ ജോലി കിട്ടണം, അതാണ് നമ്മുടെ ഗ്രോത്ത് എന്നുള്ളത്. ക്രിയേറ്റിവിറ്റി ഓഫ് ഡൂയിങ് സംതിങ് ക്രിയേറ്റീവ്, ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദ സൊസൈറ്റി ആൻഡ് സെൽഫ് ഫുൾഫിൽമെന്റ്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സെൽഫ് ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്ന ഒരു നല്ലൊരു ഫാമിലി, നല്ല റിലേറ്റീവ്സ്, നല്ല ഒരു 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 വ്യക്തിയായിട്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെ ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. അതാണ് ആക്ച്വലൈസിങ് ടെൻഡൻസി മനുഷ്യനിലുണ്ട് എന്ന് പറയുന്നത്. Then there is congruence. കോൺഗ്രുവൻസിനോടൊപ്പം തന്നെ there is also incongruence എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രുവൻസ് ആൻഡ് ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദി അലൈൻമെന്റ് ബിറ്റ്വീൻ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയൽ സെൽഫ്. അപ്പൊ സെൽഫ് കോൺസെപ്റ്റ് എന്താണ്? ഐഡിയൽ കോൺസെപ്റ്റ്. സെൽഫ് കോൺസെപ്റ്റ്, ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് അബൌട്ട് മീ. ഐഡിയൽ സെൽഫ്, ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ബി. ഏറ്റവും ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ അല്ലെങ്കിൽ ഇത് രണ്ടുമായിട്ട് ഒരു അലൈൻമെന്റ് ഉണ്ടാക്കണം. അപ്പൊ എന്റെ സെൽഫ്, ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് ഞാൻ എന്താ പറയണ്ടേ, ഇപ്പം സർക്കാർ ജോലിയുടെ കാര്യം, ഞാനൊരു ഡിസ്ട്രിക്ട് കളക്ടർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് മൈ ഐഡിയൽ സെൽഫ്. പക്ഷേ എൻ്റെ എന്താ പറയേണ്ടത്, സെൽഫ് കോൺസെപ്റ്റിൽ ആക്ച്വലി ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഞാൻ എങ്ങും എത്തിയില്ല. അപ്പൊ ഇത് രണ്ടുമായിട്ടുള്ള ആ ഒരു അന്തരം കണ്ടില്ലേ? അപ്പൊ ദർ ഇസ് നോ അലൈൻമെന്റ് ബിറ്റ്വീൻ ദ ടു. സോ വാട്ട് ഹാപ്പൻസ്, അതെന്റെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. ദാറ്റ് ഇസ് കോൺഗ്രുവൻസ് ആൻഡ് ഇൻകോൺഗ്രുവൻസ്. ഇനി നമുക്കുള്ളത് ഇതിനകത്ത് മാസ്ലോയുടെ ഹയറാർക്കിക്കൽ നീഡ്സ് ആണ്. അപ്പൊ ഹയറാർക്കിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, സേഫ്റ്റി നീഡ്സ് ഉണ്ട്, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ഉണ്ട്, എസ്റ്റീം നീഡ്സ് ഉണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉണ്ട്. ഇതാണ് ഒറിജിനലി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കൊണ്ടുവന്നതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ് കോഗ്നിറ്റീവ്, എസ്തെറ്റിക് ആൻഡ് ട്രാൻസെൻഡൻസ് നീഡ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ആക്ച്വൽ തിയറി ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇൻ യോർ ഗോൾഡ് ബാച്ചിലർ തിയറി ക്ലാസ്സിൽ. ഓക്കെ. ആൻഡ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. എന്താണ് ഈ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ? കാൾ റോജേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദിസ് പേഴ്സൺ ഇസ് ഓപ്പൺ, ദിസ് പേഴ്സൺ ഇസ് എന്താ പറയേണ്ടത്, ഒരു ഓട്ടോണമസിൽ, അതായത് ഓട്ടോണമി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ നമ്മുടെ സെൽഫിനെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന someone who is creative and someone who is living in the moment. In the moment എന്ന് പറയുമ്പം we are living in the present, not in some imaginary world എന്നുള്ളത്. That's a fully functioning person. ഇനി എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് ഇസ് ഇറ്റ്? എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയിൽ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ഓൺ മീനിങ്, ഫ്രീഡം ആൻഡ് ഒത്തന്റിക് ലിവിങ്. ഒരു ഫേക്ക് ലിവിങ് അല്ല, ഒത്തന്റിക് ലിവിങ്. ഓക്കെ. ആൻഡ് ദെൻ വി ഹാവ് പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ പോസിറ്റീവ് സൈക്കോളജി എന്താണ് ശരിക്കും? ആ ഒരു സൈക്കോളജി ഒരു സയന്റിഫിക് വാലിഡേഷൻ ആണ് ഇവിടെ വരുന്നത് ഓഫ് വെൽബീയിങ് ആൻഡ് ഓപ്റ്റിമൽ ഫങ്ഷനിങ്. ആൻഡ് അതിന് ഉള്ള ആ ഒരു മോഡലാണ് PERMA, PERMA മോഡൽ. സോ ദാറ്റ് ഇസ് ലൈക്ക് പോസിറ്റീവ് ഇമോഷൻ, എൻഗേജ്മെന്റ്, റിലേഷൻഷിപ്സ്, മീനിങ്, അക്കംപ്ലിഷ്മെന്റ്. പോസിറ്റീവ് സൈക്കോളജിയുടെ ഭാഗമായിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയും നല്ല കോൺസെപ്റ്റ്സിനായിരുന്നാൽ പോലും വി ക്യാൻ സീ ദാറ്റ് ദേർ ആർ ലോട്ട്സ് ഓഫ് ക്രിറ്റിസിസംസ്. ഒന്ന് പറയുന്നത് എംപിറിക്കൽ എവിഡൻസ് ഇല്ല എന്നും, എന്നാൽ ഇത് സബ്ജക്റ്റീവ് ആണ് എന്നുള്ളത്. ലുക്ക് അറ്റ് കോൺസെപ്റ്റ്സ് ലൈക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് അല്ലേ? ഐഡിയലിസം, ഓവർലി ഐഡിയലിസ്റ്റിക് ആണ് ഇവിടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒത്തിരി അധികം ഓവർ എംഫസിസ് കൊടുക്കുന്നു ഓൺ ഹ്യൂമൻ പൊട്ടൻഷ്യൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറെ കൂടെ ഡാർക്കർ എലിമെന്റ്സ് ഉണ്ടല്ലോ,
ഹ്യൂമൻ ബിഹേവിയറിന്റെ അതൊക്കെ അവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇവിടെ ബയോളജിക്കൽ അതേപോലെ അൺകോൺഷ്യസ് ഫാക്ടേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ക്രിട്ടിക്സ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ഡൗൺ പ്ലേസ് ജനറ്റിക് ആയിട്ടുള്ളത്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ളത്, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസിനൊക്കെ ഇവിടെ ഡൗൺ പ്ലേ ചെയ്യുന്നു എന്നാണ്. Okay, so this now brings us to the end of discussion of all the 4 schools of psychology. നമ്മുടെ സിലബസ് പ്രകാരം നമുക്കുള്ളത്. ആൻഡ് ഇത് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ടേബിൾ ആക്കിയിട്ടുണ്ട് ഞാനിവിടെ. അപ്പൊ ഈ ഒരു ടേബിളിൽ അവിടുത്തെ ലെഫ്റ്റ് നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ അതിന്റെ ആസ്പെക്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ള 4 കോളത്തിൽ ആ 4 സ്കൂൾസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം വ്യൂ ഓഫ് ഹ്യൂമൻ നേച്ചറിന്റെ കാഴ്ചപ്പാട് സൈക്കോ അനലിറ്റിക്കല് അത് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടാണ് അതിനെ കാണുന്നത്. കാരണം അൺകോൺഷ്യസ് ഡ്രൈവ്സിനാണ് അവിടെ പ്രാധാന്യം. ഇനി ബിഹേവിയറിൽ അതും ഡിറ്റർമിനിസ്റ്റിക് തന്നെ, പക്ഷേ എൻവയറമെന്റൽ കണ്ടീഷനിങ് ആണ് അവിടെ നടക്കുന്നത്. കൊഗ്നിറ്റീവ് ആകുമ്പോഴത്തേക്ക് റാഷണലായി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് അവിടെ ഉണ്ട്. ആ ഒരു ഹ്യൂമൻ നേച്ചറിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ. ആൻഡ് ഹ്യൂമനിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു ഗ്രോത്തിനെ തന്നെ സ്വാധീനിക്കുക എന്നുള്ളത്. ഓക്കെ, അല്ലെ സാധൂകരിക്കുക എന്ന് വേണമെങ്കിൽ. ഇനി ഇതിന്റെ പ്രൈമറി ഫോക്കസ് നമ്മൾ നോക്കുകയാണെങ്കിലോ സൈക്കോ അനലിറ്റിക്കിന് അൺകോൺഷ്യസ് മൈൻഡും ഏർലി എക്സ്പീരിയൻസ്, കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസിലാണ് അതിന്റെ ഫോക്കസ് മുഴുവനും കിടക്കുന്നത്. ബിഹേവിയറിലോ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇവിടെ വേണ്ടിയതെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള സംഗതികളല്ല എന്നുള്ളതാണ് ബിഹേവിയറൽ സ്കൂൾ പറയുന്നത്. നേരെ മറിച്ച് കൊഗ്നിറ്റീവ് സ്കൂളിന്റെ പ്രൈമറി ഫോക്കസ് ഇസ് ഓൺ മെന്റൽ പ്രോസസ്സസ്, അതായത് മെമ്മറി, അറ്റൻഷൻ, റീസണിങ്, ഈ 3 കാര്യങ്ങളിലാണ് അതിന്റെ ഫോക്കസ് വരുന്നത്. ആൻഡ് ഹ്യൂമനിസ്റ്റിക്കിൽ നോക്കുവാണെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ഫ്രീ വിൽ, പേഴ്സണൽ ഗ്രോത്ത്, ഇതാണ് ഇവിടെ പ്രൈമറി ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റോ എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി ഇതിനകത്തൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് നോക്കിയാലോ. സൈക്കോ അനലിറ്റിക്കില് പ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്. ബിഹേവിയറിൽ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സിലേക്ക് പോകുന്നു ആൻഡ് ഒബ്സർവേഷൻസിലേക്ക് പോകുന്നു. ആൻഡ് അതേപോലെ കൊഗ്നിറ്റീവിൽ വരുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, കൊഗ്നിറ്റീവ് ടാസ്ക്സിലേക്ക്, അതായത് മൈൻഡ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ടാസ്കിലേക്ക് പോകുന്നു. ആൻഡ് റിയാക്ഷൻ ടൈംസ്, വെർബൽ പ്രോട്ടോകോൾസ് ഒക്കെയാണ് ഇതിനകത്ത് വരിക. ഹ്യൂമനിസ്റ്റിക്കിൽ നോക്കിയാൽ എംപതി, ആക്റ്റീവ് ലിസ്ണിംഗ്, ഓപ്പൺ ഡയലോഗ്, അതാണ് പ്രധാന മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ആ ഒരു തെറാപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്ന് നോക്കാം. അപ്പൊ തെറാപ്പിസ്റ്റ് ഇവിടെ സൈക്കോ അനലിറ്റിക്കില് ആ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നിരന്തരമായിട്ട്. ആൻഡ് നമ്മൾ ബിഹേവിയറിൽ നോക്കുകയാണെങ്കിലോ ആ തെറാപ്പിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഇനി കൊഗ്നിറ്റീവിൽ നോക്കുകയാണെങ്കിലോ ഒരു കൊഗ്നിറ്റീവ് ഗൈഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്ററിന്റെ റോളാണ് പലതും നമുക്ക് മാറ്റിയെടുക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ. ഇനി ഹ്യൂമനിസ്റ്റിക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു സെൽഫ് ഡിസ്കവറി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്ററായി മാറുകയാണ് ഈ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോത്തിലും വരുന്ന ആ ഒരു ലേണിംഗ് മെക്കാനിസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, സൈക്കോ അനലിറ്റിക്കിൽ നോക്കിയാൽ ഇൻസൈറ്റ് ഇൻ ടു അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ്, അതാണ് അതിനകത്ത് ലേണിംഗ് മെത്തേഡ്. ബിഹേവിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷനിങ്സ് ആണ്, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, അതിലൂടെയൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. കൊഗ്നിറ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ബ്രെയിനിന്റെ മെത്തേഡാണ്. റീസ്ട്രക്ചറിങ് സ്കീമാസ്, ഇൻഫർമേഷൻ പല ഗ്രൂപ്പുകളായും ബാച്ചുകളായൊക്കെ മാറ്റുന്നതാണ് ഈ സ്കീമാസ് എന്ന് പറയുന്നത്. ആൻഡ് ഹ്യൂമനിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ ത്രൂ മീനിങ് ചോയ്സ്. ഇപ്പൊ മീനിങ് ആയിട്ടുള്ള ചോയ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ചിന്തിച്ച് നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഫ്രീ വിൽ നമുക്ക് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു തീരുമാനം എടുത്ത് ഏറ്റവും ഉചിതമായ ആ ഒരു ചോയ്സിലേക്ക് എത്തുക എന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ സ്കൂളും നമ്മൾ നോക്കിയാൽ ഇറ്റ് ഡിഡ് നോട്ട് സിംപ്ലി റീപ്ലേസ് ഇറ്റ്സ് പ്രിഡിസസർ, അത് അതിന്റെ മുന്നത്തെ സ്കൂളിനെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിഹേവിയറൽ സ്കൂൾ ഡിഡ് നോട്ട് റീപ്ലേസ് ദ സൈക്കോ അനലിറ്റിക് സ്കൂൾ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിഡ് നോട്ട് റീപ്ലേസ് ദ ബിഹേവിയറൽ സ്കൂൾ. പക്ഷെ എന്താണ് ചെയ്തത്, ആ ഓരോ സ്കൂളിന്റെയും ലിമിറ്റേഷൻസിനെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഒരു പുതിയ സ്കൂൾ ഉടലെടുത്തത്. ആൻഡ് അത് ഒരു സൈക്കോളജിക്കൽ എൻക്വയറി ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് മാറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീക്വൻസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോ അനാലിസിസ് എന്താണ് ചെയ്തത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു നോഷൻ അല്ലെങ്കിൽ ആ ഒരു തോട്ട് എന്ന് പറയുന്നത്
ബിഹേവിയർ എന്ന് പറയുന്നതിനെ ഡ്രൈവ് ചെയ്യുന്നത് അൺസീൻ ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. മൈൻഡ് അൺസീൻ ആയിട്ടുള്ള ഫോഴ്സസ്. അപ്പോൾ എന്താണ് അവിടെ ഉപയോഗിച്ചിരുന്നത്? ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് ഇന്റർപ്രറ്റീവ് മെത്തേഡ്സ് ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ഇൻട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോടൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം അന്നേരം തന്നെ ആ വ്യക്തി രേഖപ്പെടുത്തുക. അതേ ചോദ്യം മറ്റൊരു വ്യക്തിയോട് ചോദിച്ച് അങ്ങനെ പല വ്യക്തികൾ ചോദിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ഇൻസൈഡ് ദിയർ മൈൻഡ്, ഇൻട്രോസ്പെക്ഷൻ, ആൻഡ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുക. ആ മെത്തേഡ്സ് ഒക്കെയാണ് സൈക്കോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അത് ബിഹേവിയറിസത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്താണ്, അത് സബ്ജക്റ്റിവിറ്റി കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്ത്. അപ്പൊ ഇവിടെ എന്താണ്, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. കാരണം ഓരോ വ്യക്തിക്കും അതാത് വ്യക്തിയുടേതായിട്ടുള്ള ഒരു അഭിപ്രായം അവിടെയുണ്ട്. അപ്പൊ ബിഹേവിയറിസത്തിൽ കുറെ കൂടെ ഒരു സയന്റിഫിക് റിഗർ ഉണ്ടായി എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു കൊഗ്നിറ്റീവ് റെവല്യൂഷന് ഇതിവിടെ തുടക്കമായി വെച്ചു എന്നുള്ളതാണ് ബിഹേവിയറിസം. ഇപ്പൊ കൊഗ്നിറ്റീവ് സൈക്കോളജിയിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കോ അത് ബിഹേവിയറിസത്തിന്റെ എംപിറിക്കൽ മെത്തേഡ്സ് അതേപോലെ അത് റീറ്റെയിൻ ചെയ്തു. അതായത് ബിഹേവിയറിസത്തിന്റെ സയന്റിഫിക് മെത്തേഡ്സ് അവിടെ റീറ്റെയിൻ ചെയ്തു. പക്ഷേ ഇറ്റ് ഓൾസോ റീഇൻകോർപ്പറേറ്റഡ് ദ സ്റ്റഡി ഓഫ് മൈൻഡ്. അതിന് മുന്നേ നടന്നിട്ടുള്ള സൈക്കോ അനാലിസിസിൽ നടന്ന സ്റ്റഡി ഓഫ് മൈൻഡിനെ അവിടെ വീണ്ടും കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് പറയുന്നത്, ഒരു വളരെയധികം എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ തിയറി നമുക്ക് അവിടെ കിട്ടി. അതിനകത്ത് മോഡൽസ് ഓഫ് ലേണിംഗ് വരുന്നത്, മോഡൽസ് ഓഫ് മെമ്മറി വരുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അവിടെ വരുന്നത്. ആൻഡ് ഫൈനലി ഹ്യൂമാനിസ്റ്റിക്കിലേക്ക് എത്തിയപ്പോഴത്തേക്കോ ഒരു കൗണ്ടർ ബാലൻസ് ആണ് ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിയിലൂടെ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ആ ഒരു ബാലൻസ് ടു പാത്തോളജി ഫോക്കസ്ഡ് മോഡൽസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ കംപ്ലീറ്റ്ലി ആഘോഷിച്ചുകൊണ്ടിരുന്ന അല്ലെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെയാണ്, ആ ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യൽ, മനുഷ്യന്റെ ആ ഒരു ഓട്ടോണമി, ദാറ്റ് ഹ്യൂമൻസ് ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് തിങ്സ് ദംസെൽവ്സ്. ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്കൊക്കെ എത്തുന്നതാണ് ആ ഒരു ഓട്ടോണമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഓട്ടോണമി, ആ ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യൽ, അതിനെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ കൊടുത്തത്. പക്ഷേ ഇറ്റ് ഓൾസോ ആക്ടഡ് ആസ് എ കൗണ്ടർ ബാലൻസ് ടു പാത്തോളജി ഫോക്കസ്ഡ് മോഡൽസ്. So this brings us to the end of discussion on all the four models. അപ്പോൾ ഇത് ഒരു എന്താ പറയേണ്ടത്, ഒരു 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 മിനി ക്ലാസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇത് എത്രയോ എലാബറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ സിലബസിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. Now what we will also do is we will also look at a few questions and their answers. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. Who developed the concept of ID, ego and super ego in psychological theory? ഇത് എത്ര ഉറക്കത്തിൽ നിന്ന് നമ്മളോട് വിളിച്ച് ചോദിച്ചിരുന്നാലും നമുക്കിത് പറയാനായിട്ട് സാധിക്കണം. The answer is option B, Sigmund Freud. ഇത് ഒരു കാരണവശാലും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. The second question, which psychologist is associated with the ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്? ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ഏത് സൈക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ലുക്ക് അറ്റ് ഓപ്ഷൻ സി, JB വാട്സണുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് അപ്രോച്ച് emphasizes the actualizing tendency and unconditional positive regard? അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും എന്താ പറയേണ്ടത്, ആ ആക്ച്വലൈസിങ് ടെൻഡൻസി ഒക്കെ എവിടെ വരുന്നു? ലുക്ക് അറ്റ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഹ്യൂമനിസ്റ്റിക്കിൽ തന്നെ വരും. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് നിർത്തിയതേ ഉള്ളൂ അല്ലേ. അപ്പൊ കാൾ റോജേഴ്സ് ആണ് ശരിക്കും ഇതിനകത്ത് ചാമ്പ്യൻ ചെയ്തത് ഈ ഒരു എന്താ പറയേണ്ടത് ഹ്യൂമനിസ്റ്റിക് തെറാപ്പിയുടെ കോൺസെപ്റ്റ്സ്. Now let's move on to question number 4. The term latent learning is most closely associated with. അപ്പം ലാറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്? ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, എഡ്വേർഡ് ടോൾമൻ. ടോൾമനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ടോൾമൻ ഒബ്സർവ് ചെയ്തത് എന്താണ്? ഈ ഒരു ലാറ്റന്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആ മേസ് എക്സ്പെരിമെന്റ്സിലൂടെയാണ് അദ്ദേഹം ആ ഒരു ലാറ്റന്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഒബ്സർവ് ചെയ്തത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് നമ്പർ 5, വാട്ട് കോൺസെപ്റ്റ് ഡിഡ് ഷോൺ പിയാഷെ introduced to explain children's intellectual development? ജീൻ പിയാജറ്റ് എന്ന് നമുക്ക് പറയാം അല്ലെ, ഷോൺ പിയാഷെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടികളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്? ലുക്ക് അറ്റ് ഓപ്ഷൻ സി,
സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അവർ കൊണ്ടുവന്നത്. 4 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. The Bobo doll experiment demonstrated. ഇപ്പോൾ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? ഓപ്ഷൻ സി, ഒബ്സർവേഷണൽ ലേണിംഗ്. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ബണ്ടൂറ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഇമിറ്റേറ്റ് ചെയ്യുക. ചിൽഡ്രൻ ക്യാൻ ഇമിറ്റേറ്റ് ഒബ്സർവ്ഡ് ബിഹേവിയേഴ്സ് എന്നുള്ളതാണ് അതിലൂടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് തിയറി വ്യൂസ് ദ മൈൻഡ് ആസ് എൻ ഇൻഫർമേഷൻ പ്രോസസ്സർ? ഏത് തിയറിയാണ് ഇൻഫർമേഷൻ പ്രോസസ്സർ എന്ന നിലയിൽ മൈൻഡിനെ കാണുന്നത്? ഓപ്ഷൻ ബി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി തന്നെയാണ്. അല്ലെ, കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ഒരു കമ്പ്യൂട്ടിംഗ് പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ആൻഡ് നമ്പർ 8, ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് വിൽ ടു മീനിങ്? ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് നമ്മൾ പോയി അല്ലെ. ഓപ്ഷൻ ബി, വിക്ടർ ഫ്രാങ്കിൾ. അദ്ദേഹത്തിന്റെ ലോഗോ തെറാപ്പിയിലാണ് അദ്ദേഹം ശരിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്പർ 9, വാട്ട് ഈസ് ദ ടോപ്പ് മോസ്റ്റ് നീഡ് ഇൻ മാസ്ലോസ് എക്സ്പാൻഡഡ് ഹയറാർക്കി? അപ്പം മാസ്ലോയുടെ എക്സ്പാൻഡഡ് ഹയറാർക്കി എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വി ഡിഡ്ന്റ് ഡിസ്കസ് ദ ഹയറാർക്കീസ് ഇൻ ഡീറ്റെയിൽ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രാൻസെൻഡൻസ് ആണ് അതിന്റെ ഹയസ്റ്റ് ലെവൽ ദാറ്റ് വാസ് ആഡഡ് ബൈ മാസ്ലോ. ഓക്കെ, and moving on to number 10. Which defense mechanism involves directing unacceptable impulses into socially acceptable actions? Unacceptable ആയിട്ടുള്ള നമ്മുടെ ഇമ്പൾസസിനെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്ഷൻസ് ആക്കി മാറ്റുന്നത് എന്ത് ഡിഫൻസ് മെക്കാനിസം ആണ്? ഇതെല്ലാം ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഡിനായൽ, റിപ്രഷൻ, സബ്ലിമേഷൻ, പ്രൊജക്ഷൻ, ഇതൊക്കെ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. അപ്പൊ ഇവിടെ സബ്ലിമേഷൻ ആണ് എന്താ പറയേണ്ടത്? നമുക്കുള്ള ഈ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഏർജസിനെ അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇതാക്കിയിട്ട് സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഗതികളാക്കി മാറ്റുന്നത്. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, sublimation. Number 11. In the ABC model of Ellis, C stands for. അപ്പോൾ ABC മോഡൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എലിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സി ഇവിടെ റെഫർ ചെയ്യുന്നത് ഇസ് ഫോർ കോൺസിക്വൻസ്. ഓക്കെ, അപ്പോൾ ബിലീഫിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു മോഡലാണ് ABC മോഡൽ എന്ന് പറയുന്നത്. So question number 12. Which theorist is best known for the concept of universal grammar? യൂണിവേഴ്സൽ ഗ്രാമർ എന്ന കോൺസെപ്റ്റുമായിട്ട് ഏത് തിയറിസ്റ്റ് ആണ്? ഓപ്ഷൻ സി, ചോംസ്കി ആണ്. എന്താ പറയേണ്ടത്? ഈ ഒരു കോൺസെപ്റ്റ് ലിംഗ്വിസ്റ്റിക്സിനെ റെവല്യൂഷനൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു യൂണിവേഴ്സൽ ഗ്രാമർ എന്ന കോൺസെപ്റ്റ്. നമ്പർ 13, ദ എംപ്റ്റി ചെയർ. നമ്മുടെ ലെസൺസിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തില്ല സ്പെസിഫിക്കലി ഈ ഒരു ടേം, പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ്സസിൽ വരുന്നതാണ്. ദ എംപ്റ്റി ചെയർ ടെക്നിക് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ വിച്ച് തെറാപ്യൂട്ടിക് അപ്രോച്ച്? ഏത് തെറാപ്യൂട്ടിക് അപ്രോച്ചിലാണ്? ഓക്കെ, വെൽ ഓപ്ഷൻ സി, ജസ്റ്റാൾട്ട് തെറാപ്പിയിലാണ് എംപ്റ്റി ചെയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്പർ 14, match the following thinkers with their contributions. അപ്പോ എന്താ പറയേണ്ടത്? ഈ തിങ്കേഴ്സിനെ അവരുടെ കോൺട്രിബ്യൂഷൻസുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. അപ്പോ ഫ്രോയിഡ് സ്ട്രക്ചറൽ മോഡൽ ഓഫ് ദ മൈൻഡ് അല്ലേ, ID, ഈഗോ, സൂപ്പർ ഈഗോ നമുക്ക് തന്നു. ആൻഡ് റോജേഴ്സ് ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി നമുക്ക് തന്നു. ആൻഡ് ചോംസ്കി എന്താണ് ചെയ്തത്? യൂണിവേഴ്സൽ ഗ്രാമർ തന്നു. എനി സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷൻ. ഇതാണ് അതിന്റെ ആ ഒരു കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, so let's look at question number 15. According to Bandura, self efficacy refers to. അപ്പോൾ ബണ്ടൂരയുടെ അഭിപ്രായത്തിൽ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇവിടെ ഈ ചോദ്യം. ഓക്കെ, സോ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ബിലീഫ് ഇൻ വൺസ് എബിലിറ്റി ടു സക്സീഡ്. അത് ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റിയാണ്, ഞാൻ സക്സീഡ് ചെയ്യും, സക്സസ്ഫുൾ ആകും എന്ന്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16, which theory claims emotions arise from individual appraisals of events? Individual appraisals of events. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. അപ്പം അപ്രൈസൽ തിയറി ആണ് ഇമോഷനെയും കോഗ്നിറ്റീവ് ഇവാലുവേഷൻസിനെയും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്പർ 17, which approach was most criticized for ignoring
മെന്റൽ പ്രോസസ്സസ് ആൻഡ് ഇമോഷൻസ്. മെന്റൽ പ്രോസസ്സസും ഇമോഷൻസും ഇല്ലാതെ വന്ന തിയറി ഏതാണ്? Which theory came up as a response to the psychoanalysis? അത് ബിഹേവിയറൽ ആണ് അല്ലേ? അപ്പൊ ബിഹേവിയറിലാണ് മെന്റൽ പ്രോസസ്സസും ഇമോഷൻസും ഇഗ്നോർ ചെയ്തുകൊണ്ട് വന്ന ആ ഒരു തിയറി എന്ന് പറയുന്നത്. സോ എന്താ പറയേണ്ടത്? ബിഹേവിയറിസം ആണ് ഈ ഒരു ഇന്റേണൽ മെന്റൽ സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് പറയാം, അതിനെ ഇഗ്നോർ ചെയ്തത്. നമ്പർ 18, പീക്ക് എക്സ്പീരിയൻസസ് ആർ അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ പീക്ക് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ലെസൺസിൽ പോയിട്ടില്ല അല്ലെ? അപ്പൊ 18 എന്താണ് പറയുന്നത്? മാസ്ലോ ആണ് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്തത് that these movements are self-actualizing movements എന്നുള്ളത്, അല്ലെ സെൽഫ് ഫുൾഫിൽമെന്റ്, മൂവ്മെന്റ്സ് ഓഫ് സെൽഫ് ഫുൾഫിൽമെന്റ് എന്നുള്ളത്. നമ്പർ 19, the filter theory of attention was proposed by. ഇത് അറ്റൻഷന്റെ ഭാഗമായിട്ട് നമുക്ക് വരേണ്ടതാണ്. ആക്ച്വലി ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, ഡൊണാൾഡ് ബ്രോഡ്ബെന്റ്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ആൻഡ് നമ്പർ 20, choose all that correctly differentiate the humanistic approach from psychoanalytic approach. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അത് ഒന്ന് നോക്കി വെച്ചേക്കുന്നത് നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്? ഇവിടെ ചൂസ് ഓൾ ദാറ്റ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചിന്റെയും സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെയും കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എയിൽ എന്താ പറയുന്നത്? emphasis on conscious growth and free will. അതുണ്ടോ? focus on innate human goodness. അത് ഹ്യൂമനിസ്റ്റിക് ആൻഡ് സൈക്കോ അനലിറ്റിക് ഇതിലത്തെ ഏതാ വരുന്നത്? emphasis on conscious growth and free will ഹ്യൂമനിസ്റ്റിക്കിൽ വരുന്നതാണ്. focus on innate human goodness ഹ്യൂമനിസ്റ്റിക്കിൽ വരുന്നതാണ്. reliance on unconscious conflict analysis അതെവിടെ വരുന്നതാണ്? unconscious conflict analysis and optimistic view of human potential എന്ന് പറയുന്നത് optimistic view of human potential. അപ്പോൾ ഒരു optimistic view of human potential എടുത്തിരിക്കുന്നത് ഹ്യൂമനിസ്റ്റിക് സ്കൂളാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ബിയില് റിലയൻസ് ഓൺ അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, അതും ഒരു ഡിഫറൻസ് തന്നെയാണ്. പക്ഷെ അത് മാത്രം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. ഇവിടെ ഓൾ ഓഫ് ദി അബവ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു ചോദ്യത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോ അനാലിസിസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ തന്നെയാണ്. എന്നാൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന് പറയുന്നത് അത് എംഫസൈസ് ചെയ്യുന്ന എന്താണ്? കോൺഷ്യസ് ആയിട്ടുള്ള ചോയ്സിലും പോസിറ്റിവിറ്റിയിലും ഒക്കെ. അപ്പൊ അതാണ് ശരിക്കും അതിനകത്ത് വരുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ വി ഗോ ഫോർ എ, ബി ആൻഡ് ഡി ഓൺലി. ഓൾ ഓഫ് ദി അബവ് നമ്മൾ പറയുന്നില്ല. സോ ഇതാണ് നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ട ആ ഒരു. So here once again thank you very much for watching this lesson. അപ്പം നമ്മൾ ഈ 4 ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജി വളരെ ഷോർട്ടാക്കി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഇതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇത് ജസ്റ്റ് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗേ ആയിട്ടുള്ളൂ എന്ന് പറയാം. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെസൺസ് ലഭിക്കുന്നതിന് ജോയിൻ ദ ഗോൾഡ് ബാച്ച് എന്നുള്ളതാണ്. ഇപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് ഉള്ള എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. കോൺടാക്ട് മീ റൈറ്റ് അവേ ആൻഡ് യു ക്യാൻ ജോയിൻ ദ ക്ലാസ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് ലഭിക്കും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ലഭിക്കും, റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ്, ഓരോ കോൺസെപ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് അവിടെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമുക്ക് മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും ഒക്കെ ഉണ്ടാകും. മോക്ക് ടെസ്റ്റിന് ഗോയിങ് ഫോർവേഡ് അങ്ങോട്ട് എല്ലാ വീക്കെൻഡിലും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. സോ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക ആൻഡ് കോൺടാക്ട് മീ ടു ജോയിൻ ദ ഗോൾഡ് ബാച്ച്. Thank you very much for watching this video and you have a great day ahead. Thank you.